കർത്താവെ, ഇന്നലെ എന്തൊക്കെയായിരുന്നു ഞാൻ കാണിച്ചു കൂട്ടിയത്. ഇവിടെ ഉള്ളവരെ മുഖത്ത് നോക്കുന്നതിന് മുന്നേ സ്ഥലം കാലിയാക്കണം. ആ ക്രിസ്ത്യാനിക്കത്തിൻ്റെ ഭാഗ്യം. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോവാ. മോള് ഹോസ്പിറ്റലിലോട്ടാണോ പോകുന്നത്? എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. തിരക്കില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എൻ്റെ കൂടെ ഇരിക്കുമോ? ഞാനോ? ആ, അതിനെന്താ ആൻറ്റി? വാ ആൻറ്റി. ഇന്നലത്തെ കാര്യമാണെങ്കിൽ അതിന് കാരണം ക്രിസ്റ്റിയ. ആൻറ്റി എത്രയും പെട്ടെന്ന് ക്രിസ്റ്റിയോട് എന്നെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ അനുവദിക്കാൻ പറയണം. അതൊക്കെ നമുക്ക് നോക്കാം. നീ ഇങ്ങനെ ആൻറ്റിന്ന് വിളിക്കണ്ട, മമ്മീന്ന് വിളിച്ചാൽ മതി. നീ എനിക്ക് എൻ്റെ ക്രിസ്റ്റിയും ജുവലിനെയും പോലെ തന്നെയാണ്, ജിമ്മീനെയൊക്കെ പോലെ തന്നെ ഞാൻ നിന്നെ കാണുന്നത്. സോറി ആൻറ്റി, ഞാൻ അങ്ങനെ ആരെയും മമ്മീന്നോ ഡാഡിന്നൊന്നും വിളിക്കാറില്ല. ഞാൻ ആരുമായിട്ട് അധികം അടുക്കാറുമില്ല. അങ്ങനെ അടുത്ത ഒരാൾ എനിക്ക് നന്നായിട്ട് തന്നിട്ടാണ് പോയത്. ശരി, ഇന്ന് നിനക്കെന്നെ പൂർണ്ണ വിശ്വാസത്തോടെ മമ്മീന്ന് വിളിക്കാൻ തോന്നുന്നു, അന്ന് വിളിച്ചാൽ മതി. ഞാൻ അതിനല്ല നിന്നെ ഇപ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. മോള് വിചാരിക്കുന്ന പോലെ ക്രിസ്റ്റി അത്ര മോശമൊന്നുമല്ല. മോൾക്ക് മമ്മി പറയുന്നത് അവൻ്റെ അമ്മയായതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് മോൾ കരുതണ്ട. ക്രിസ്റ്റിയെ പറ്റി ശരിക്കും മോൾ അറിയണം. അറിഞ്ഞിട്ട് വേണം അവൻ്റെ കൂടെ നിൽക്കണം. ആൻറ്റി പ്ലീസ്, ആൻറ്റി ഇനി എന്ത് തന്നെ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്താലും അത് മറ്റുള്ളവരെ ശിക്ഷിക്കാൻ അവന് ഒരു റൈറ്റ്സും ഇല്ല. അതും ആൻറ്റിക്ക് അറിയാമെന്നുള്ളതല്ലേ, എനിക്കൊന്നും കേൾക്കണ്ട. നീ പറയുന്നത് ശരിയാ. എനിക്ക് നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവും. കാരണം ഒരു 27 വർഷം മുമ്പ് നിൻ്റെ ഇതേ സ്റ്റേജിലായിരുന്നു ഞാനും. ക്രിസ്റ്റിയുടെ പപ്പയെ കണ്ടന്നോട്ട് നീ വിചാരിച്ച പോലെ തന്നെ ഞാനും. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു മാഫിയ എന്ന് വെച്ചാൽ എന്താ എങ്ങനെയാണെന്നൊന്നും. ഇഷ്ടപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ക്രിസ്റ്റിയുടെ പപ്പ ഒരു മാഫിയ ആണെന്നും. നിന്നെപ്പോലെ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകാനൊന്നും അന്ന് എനിക്ക് തോന്നിയില്ല. അത് സ്നേഹം കൊണ്ടായിരിക്കാം. ഞാൻ ഇഷ്ടപ്പെട്ടു പോയ ആളല്ലേ. എനിക്കാണെങ്കിലോ പിരിയാനും തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് നന്നായിട്ട് അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം ക്രിസ്റ്റിയുടെ പപ്പ ആരെയും അങ്ങോട്ട് പോയി ഉപദ്രവിക്കാറില്ല, പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കാറുള്ളത്. അങ്ങനെ കേട്ട പേരാ മാഫിയ. സോ ഞാൻ നിന്നോട് പറയുന്നത് നീ അവനെ സ്നേഹിക്കണമെന്നല്ല, നീ അവനെ പറ്റി ഒന്ന് അന്വേഷിക്കാം. നിനക്ക് എൻ്റെ റൈറ്റ്സ് എന്ന് തോന്നുന്നത് അത് നീ ചെയ്തോ. പക്ഷേ അന്വേഷിക്കാതെ ഒന്നിനൊരു എടുത്ത ചാടൽ വേണ്ട. കാരണം അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇനി നിനക്ക് കുടിക്കണമെന്ന് തോന്നിയാൽ നീ ഇങ്ങ് വാ, നമുക്ക് 3 ആൾക്ക് ഒരുമിച്ച് കുടിക്കാം. അതെനിക്കിഷ്ടപ്പെട്ടു. നീ ഒന്നുകൊണ്ട് ഒറ്റയ്ക്കല്ല, നിൻ്റെ കൂടെ എന്തിന് ഞാനുണ്ടാവും. താങ്ക്സ് ആൻറ്റി, പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചതിന്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ക്രിസ്റ്റി, നീ എണീറ്റില്ലേ? എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ട്. നിൻ്റെ അടുത്താ. എന്താടാ പന്നി പറ, രാവിലെ തന്നെ കാര്യം പറയാനായിട്ട്. എന്താ? ആദ്യം നീ പുകവലി നിർത്ത്. ചുമ്മാ അല്ല അവൾ നിൻ്റെ അടുത്ത് അടുക്കാത്തത്. അവൾക്ക് നിന്നെ എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിലോട്ട് നീ മാറ്. അവൾക്ക് വേണ്ടി മാറാനൊക്കെ ഞാൻ തയ്യാറാണ്. പക്ഷെ അത് അവൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ ഞാൻ മാറിയിട്ട് എന്ത് കാര്യം? അവൾക്ക് നിൻ്റെ അടുത്ത് പഴയ പോലെ ഉണ്ടാവണമെങ്കിൽ നീ അതിനനുസരിച്ച് അവളടുത്ത്, നീ കാണുമ്പോഴേ ഒരു മാഫിയ ലുക്കിലല്ലേ, അതൊക്കെ മാറി അവളുടെ ചിന്തുമായിട്ട് മാറ്. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ അവൾ മറ്റുള്ള പെൺപിള്ളേരെ പോലെ അല്ലടാ. അവൾ വേറെ. അതൊക്കെ ശരിയാ. പക്ഷേ ഏത് പെണ്ണും ഒരു സ്ഥലത്ത് മുട്ടുകുത്തും. പ്രപ്പോസ്. നീ ഇതുവരെ അവളെ പ്രപ്പോസ് ചെയ്തിട്ടില്ലല്ലോ. അവൾക്ക് നിന്നെ ഇഷ്ടം. അതുകൊണ്ടാണ് നീ ഇവിടെ ബലം പിടിച്ച് നിർത്തിയിട്ട് നിൽക്കുന്ന. നീ പറഞ്ഞ ശരിയാ, ഞാൻ ഇതുവരെ അവളെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അത് ചെയ്യണം. ആൻറ്റി പറഞ്ഞാൽ ശരിയല്ലേ. ഞാനിതുവരെ ക്രിസ്റ്റിയെ പറ്റി അന്വേഷിച്ചല്ലോ. ശ്രീയെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവളവിടെ കാണുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, തിരക്കിലാണോ? പറഞ്ഞ ആളെ പറ്റി ഡീറ്റെയിൽസൊക്കെ കിട്ടി. നീ പറഞ്ഞ പോലെ മാഫിയൊക്കെയാണ്, പക്ഷേ നെഗറ്റീവല്ല. പാവങ്ങളെ സഹായിക്കും. അത് നമ്മുടെ ജനതാ ഗാരേജ് ഇല്ലേ, അതിൻ്റെ ഒക്കെ വേറൊരു ടൈപ്പായിട്ട് വരും. അച്ഛൻ ഭയങ്കര ഫേമസാ. അപ്പോൾ ആൻറ്റി പറഞ്ഞത് ഏകദേശം ശരിയാണ്. ഇനി എന്ത് ചെയ്യും ഞാൻ? ആലോചിക്കണം. നിനക്ക് ഡ്യൂട്ടി ഇല്ലേ? ഉണ്ട്, ഞാൻ പോവാ. ബൈ. ഹലോ ഡോക്ടർ സൂസൻ, തിരക്കാണോ? അല്ല, ഇതാര്? അർജുൻ ഡോക്ടർ. എന്താണ്? പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അവളോട് സംസാരിച്ചോ നീ? അതൊക്കെ സെറ്റാണ്, പക്ഷേ നീ കുറച്ച് പാടുപെടേണ്ടി വരും. സൂസുവിനോട് നേരെ പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ? അകത്താരമുണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. അർജുൻ കല്യാണത്തിന് സമ്മതമാണ്, പക്ഷേ കുറച്ച് താൻ കഷ്ടപ്പെടേണ്ടി വരും. മാഫിയ ബാക്ക്ഗ്രൗണ്ട്. തനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. എടോ, ഇഷ്ടമുള്ള ആളെ സ്വന്തമാക്കാൻ വേണ്ടി ഏത് അറ്റം വരെ പോകാനും ഞാൻ റെഡിയാ. അതിനിപ്പോൾ മരിക്കാനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഓ, അപ്പോൾ കല്യാണത്തിനൊക്കെ പരസ്പരം രണ്ടാളും റെഡിയാണല്ലേ? ശരിയാക്കി തരാം സൂസൻ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എൻ്റെ കയ്യിൽ നിന്ന് നിനക്കൊരു മോചനം ഇല്ലയെന്ന്. നീ എൻ്റെ പെണ്ണല്ലേ? ഇത്ര നേരം ഈ വണ്ടിയുടെ ടയർ ആരം മനഃപൂർവ്വം കീറി വിട്ടതുപോലെ ഉണ്ടല്ലോ. വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ടാക്സി നോക്കിയാലോ? അതെ, വാ, വന്ന് വണ്ടി കയറാൻ. അത് പറയാൻ താനാരാ? തൻ്റെ കൂടെ ഞാൻ വണ്ടി വരുന്നില്ല. ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ പൊക്കോളാം.
നിന്നോട് വരാൻ പറഞ്ഞാൽ വരണം, മനസ്സിലായല്ലോ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എൻ്റെ കയ്യിൽ നിന്ന് വിടാനല്ലേ പറഞ്ഞ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെയാ കാണിക്കുന്നത്? ഇത് റോഡാ, നിന്റെ വീടാ. കുറച്ചൊക്കെ മര്യാദയ്ക്ക് പെരുമാറ്. അതങ്ങനെ മര്യാദ എന്തെന്ന് അറിയോ നിനക്ക്? പറ്റിക്കാനും ചതിക്കാനും മാത്രമല്ലേ അറിയാം. അതേടി പുല്ല്, എനിക്കത് മാത്രമേ അറിയൂ. എന്നാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എൻ്റെ പെണ്ണ, വേണ്ടി വന്ന കൊല്ലും ഞാൻ, മനസ്സിലായല്ലോ? വിടടാ എന്നെ, വിട്. നീ എൻ്റെ കൈ വിടാൻ. സൂസൻ, ഞാൻ ആകെ സമനില തെറ്റി നിൽക്കുക. എന്നെ ദേഷ്യം പിടിപ്പിക്കൽ. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ. എടാ വിടടാ നാറി. ഞാനെന്താ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ ഇങ്ങനെ എഴിച്ചു കൊണ്ടുപോവാ? വിടെന്നെ. ഇങ്ങോട്ട് വാടി. ക്രിസ്റ്റി, എന്നെ വിട്. ആന്റെ കാല് വിടടാ. ഒരു കാര്യം ഞാൻ പറയാം, വീട്ടിൽ പോകുന്നവരെ അനങ്ങരുത്. എൻ്റെ സ്വഭാവം അറിയാലോ, മര്യാദയ്ക്കകത്തിരുന്നോളാം. വണ്ടി പതുക്കെ ഓട്ടിച്ച്. നിനക്കെന്താ, നീ എന്താ ചാവാൻ പോവാണ്? അന്ന് ഒറ്റയ്ക്ക് പോയി ചാവി. എന്നെ ഇതിനെ അതിൻ്റെ കൂട്ടുന്ന വിട്ട് പതുക്കെ പോവാൻ. ഇവിടെ എന്താ ഒരു സൗണ്ട്? ആരാ ഇവിടെ ബഹളം വെച്ചത്? എന്താ നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കുന്നത്? അത് മമ്മി ഇച്ചായൻ ഈ ചേച്ചിയെ വലിച്ചയച്ച് റൂമിലോട്ട് കൊണ്ടുപോയി. ഇച്ചായൻ ഭയങ്കര ദേഷ്യത്തിലാന്ന് തോന്നുന്നു. ഈ ചേച്ചി എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇച്ചായൻ കേൾക്കുന്നില്ല. ഓ, ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കരക്കടുപ്പിക്കുമ്പോൾ ഇവൻ മൊത്തം നശിപ്പിക്കുകയാണല്ലോ പട്ടി. കം ടു ദ പോയിന്റ്. നിനക്ക് ആരെയെ കല്യാണം കഴിക്കേണ്ട? അർജുനെയോ? അതിന് ഞാൻ സമ്മതിക്കും തോന്നുന്നുണ്ട്. നീ ഇത് തേങ്ങയായി വിളിച്ച് പറയുന്ന കുടിച്ച വയറ്റി കിടക്കണം, അല്ലാതെ എൻ്റെ നെഞ്ചത്തോട്ടല്ല കയറേണ്ട. യു ആർ കറക്റ്റ്. നിൻ്റെ നെഞ്ചത്തോട്ട് ഞാൻ കയറും. ഇങ്ങോട്ട് വാടി. ക്രിസ്റ്റി മാറി നിൽക്ക്. മാറി നിൽക്കട പട്ടി. നീ ആടാ എന്നെ അമ്മ. ഞാനമ്മ വെക്കുമ്പോൾ നിനക്ക് പൊള്ളുന്നുണ്ടല്ലേ? ശരിയാക്കി തരാം. മര്യാദയ്ക്ക് നിൽക്കടി അവിടെ, ഇരിക്കടിയടാ. ക്രിസ്റ്റി വാതിലോർക്ക്. എടാ വാതിലോർക്ക. നിന്റെ മമ്മിയെ പറയുന്ന വാതിലോർക്ക്. അവളെ വിട്. വാതിലോർക്ക്. മാറി നിൽക്ക്. നിന്റെ മമ്മി കിടന്ന് വിളിക്കുന്നു. തുറക്ക്. ശവം ഇരിക്കുന്നുണ്ടല്ലേ കഴുത. ഞാനിപ്പോൾ തുറക്കണോ? തുറക്കാം. എന്താ സമയം ഒരുപാടായില്ലേ? നിങ്ങളാരും കിടന്നില്ലേ? നീ ക്രിസ്റ്റിയെ വിളിക്ക്. എന്താ അവൻ്റെ പ്രശ്നം? എന്താ നിങ്ങൾ തമ്മിൽ വീണ്ടും അടിയായോ? അവനെ വിളിക്കും മോളെ. ക്രിസ്റ്റി അകത്തുണ്ട്. പ്രശ്നമൊന്നുമില്ല. മമ്മി പോയി കിടന്നോ? ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. സൂസൻ, അത് നീ വിചാരിക്കുന്ന പോലെയല്ല. അവന് ദേഷ്യം വന്നാൽ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. നീ വേണമെങ്കിൽ ജുവലിൻ്റെ കൂടെ. ജിമ്മി, അവൾ പറഞ്ഞില്ലേ അവളെ നോക്കിക്കോളാന്ന്. മോള് പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മമ്മി. മമ്മി എന്തറിഞ്ഞിട്ടായി കാണിക്കുന്നത്? മമ്മിക്ക് അവനെ അറിയാന്നുള്ളതല്ലേ? അവളവ എന്തെങ്കിലും ചെയ്താലോ? എൻ്റെ ജിമ്മി, ടെൻഷൻ അടിക്കണ്ട. അവർ പരസ്പരം ഹാൻഡിൽ ചെയ്തോളും. നമ്മളായിട്ട് എൻ്റെ ഇടയിൽ പോയിട്ട് വെറുതെ പ്രശ്നം വലുതാക്കണ്ട. നിങ്ങൾ രണ്ടാളും പോയി കിടന്നോ. ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഇതിനോർത്ത് സംസാരിക്കാം. സുസൻ, വേണ്ട. എനിക്ക് വേണം പ്ലീസ്. സുസു തുടങ്ങിയ പണി ഞാൻ നിർത്തില്ല. എനിക്ക് നിർത്തണ്ട. എനിക്ക് വേണം നിന്നെ. ഓക്കെ. ഒരു സുഖമുറവിൽ ഒരു കുകയാടി ഹൃദയമേ വെറുതെ ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ നിറയുമിവിടെ ഓരോ വിജനവനിയും നിറയെ കനികൾ ചൂടും I love you. I love you so much.
തല പുറത്തേക്കിട്ടെ. നീ നീ ഉറങ്ങിയില്ലേ? നീ എന്തിനാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അടുത്ത് ഇത്രയും വലിയ സുന്ദരി ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങുന്നത്? ഓ, ഞാൻ സുന്ദരി തന്നെയാ, അത് നീ പറയണ്ട. എനിക്കറിയാം, ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ സുന്ദരി നീയാന്ന്. ഓ, അതെനിക്കിഷ്ടപ്പെട്ടു, സുഹിച്ചു. അല്ല, അതൊക്കെ പോട്ടെ, ഇന്നലെ എന്തിനാ അത്രയും റൈസായ? കർത്താവേ, ഞാനത് മറന്നു. ഡീ, നിനക്ക് ആ അർജുനെ കെട്ടണോ? പറ, നിനക്ക് അർജുനെ കെട്ടണമെന്ന്. എൻ്റെ പൊന്നു ക്രിസ്റ്റി, നീ പൊട്ടനാണോ അത് വട്ടനെ പോലെ അഭിനയിക്കുന്നതാണോ? നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ? അറിഞ്ഞതുണ്ടോ ചോദിക്കുക. മാഫിക്ക് സാമാനം കുറച്ച് ബ്രെയിനെങ്കിലും ഉണ്ടാവും. അവനെ കെട്ടണമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അത് ശരിയാണല്ലോ. പൊട്ടനോ ഞാനോ? അതൊക്കെ വിട്. ബാ, നമുക്ക് പോയി കുളിക്കാം. രാവിലെ ഫ്രഷ് ആവാൻ നല്ലതാ. ബാ. കുളിക്കാം. ആദ്യം ഞാൻ, പിന്നെ നീ. ആ പരിസരത്ത് നിന്നെ കണ്ട മിണ്ടൂല, പോ. ഇനി വേണമെങ്കിൽ പോയി കുളിച്ചോ, ഞാൻ താഴേക്ക് പോവുക. ആഹാ, മോള് വന്നു. ബാ, ഞാൻ ചായ ഇട്ടിട്ടുണ്ട്, എടുത്തു തരാം. ഇരിക്ക്. മമ്മി ജോലി ചെയ്തോ, ഞാൻ എടുത്തോളാം. അത് സാരല്ല മോളെ, മോളെ ഇരിക്കേ, ഞാൻ ഇപ്പോൾ എടുത്തു തരാം. ഒരു മിനിറ്റ്. ക്രിസ്റ്റിയാള് കൊള്ളാലോ. ഒരു കാര്യം ചെയ്യ്, നീ ചായ കുടിക്കണേ, ഞാൻ ചൂടുള്ള ഒരു കോഫി എടുത്തു തരാം, നിന്റെ ക്ഷീണം മാറും. ക്ഷീണോ? എനിക്കോ? മമ്മി ഇതെന്താ ഇങ്ങനെ പറയുന്നത്? മമ്മി, ഡാഡി കുറേ നേരമായിട്ട് ഫോൺ ട്രൈ ചെയ്യുക, കിട്ടുന്നില്ല എന്ന്. ദാ എൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, മമ്മിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. മോളെ ഒരു മിനിറ്റ്, മമ്മി ഡാഡി എടുത്ത് ഫോൺ വെച്ചിട്ട് വന്ന് കോഫി ഇട്ട് തരാം കേട്ടോ. ഈ കോഫിയിൽ ഞാൻ ഇട്ടോളാം, മമ്മി പോയി സംസാരിച്ചോ. ഇവരിത്ര പെട്ടെന്ന് സെറ്റായോ? കൊള്ളാലോ. ഒന്ന് ഫ്രഷ് ആയപ്പോൾ ബോഡിക്കൊക്കെ ഒരു ഉഷാറായി. എവിടെ എൻ്റെ ഭാര്യ? ആഹാ, കുക്കിംഗ് ആണല്ലോ. എന്താണ് സാർ മുഖത്തൊരു കള്ളച്ചിരിയൊക്കെ? അതങ്ങനെ കള്ളികളെ കാണുമ്പോൾ കള്ളച്ചിരിയൊക്കെ താനേ വരുന്നത്. പട്ടി ബാക്കിൽ അടിച്ചാലുണ്ടല്ലോ. എന്തുപറ്റി? കോഫി എടുക്കട്ടെ? കോഫി വേണ്ട. സോറി, ഞാൻ നിന്നെ ചീറ്റ് ചെയ്തതിന്. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ വിട്, കഴിഞ്ഞ കാര്യമില്ലേ. അപ്പം നമുക്ക് ഇപ്പോഴത്തെ കാര്യം നോക്കാം. ഒരു ചൂടോടെ ഒരു ഉമ്മ തന്നെ ക്രിസ്റ്റിക്ക് ഉമ്മ ഞാൻ തന്നാൽ മതിയോ? നല്ല ചൂടോടെ. ഞാൻ റൂമിൽ പോവാം, കുറച്ച് പണിയുണ്ട്. ശവം വിളിക്കാത്തടത്തൊക്കെ കയറി വരും. ഞാൻ വന്നത് ഒരുപാട് ഇഷ്ടമായെന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. സാരമില്ല, ഞാനിങ്ങനെ കയറി വരും. പിന്നെ ഒരു കാര്യം പറയാം, ആ റൂമിൽ ഒരു സൗണ്ട് പ്രൂഫ് ആക്കുന്നത് നന്നായിരിക്കും, മനസ്സിലായല്ലോ? സൗണ്ട് പ്രൂഫോ? നീ എന്തൊക്കെ തേങ്ങയാടാ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? ഇന്നലെ റൂമിൽ എന്തായിരുന്നു അതൊക്കെ പുറത്ത് കേൾക്കായിരുന്നു. ഞങ്ങളുടെ റൂമാണ്, മമ്മിയുടെ റൂം താഴെയായത് നിൻ്റെയൊക്കെ ഭാഗ്യം. അല്ല, മമ്മിയുടെ ഭാഗ്യം. അത് നല്ല ഡ്രിങ്ക്സ് അടിച്ചോണ്ട് എന്നെ ശ്രദ്ധിച്ചോളാം. ക്രിസ്റ്റി, ഇന്നലെ ഡാഡിയുടെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, നീ കണ്ടോ? കുറച്ച് പ്രശ്നം. ഞാനിന്ന് രാവിലെ കണ്ടായിരുന്നു. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ഇത് നമ്മൾ ഡീൽ ചെയ്ത പോലെ ആയിരിക്കില്ല. മോള്, മമ്മി പറയുന്നൊരു കാര്യം കേൾക്കോ? ഈ പുറത്തുള്ള ജങ്ക് ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മമ്മി ഉണ്ടാക്കി തരാം. എൻ്റെ പൊന്നു മമ്മി, അത് മാത്രം പറയരുത്, പിന്നെ പറയുകയെ നമ്മൾ മാറില്ല. അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ. മമ്മി, ഡാഡി വരുമ്പോൾ 1,25,050 രൂപ എനിക്കൊന്ന് സെൻഡ് ചെയ്യണേ. എന്തിനാ മോളെ, എന്തെങ്കിലും വാങ്ങാനാണോ? അതിന് ഡാഡി പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം. മമ്മിയോട് പറ, മമ്മി ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഏയ്, വാങ്ങാനൊന്നുമല്ല. മമ്മിയുടെ മോൻ കുറച്ച് ദിവസം എൻ്റെ കൂടെ ആയിരുന്നില്ലേ, അവന് വേണ്ടി ചിലവാക്കിയത്. ഭയങ്കര ചിലവാ, മനുഷ്യനെ കുത്തുപോലെ അടുപ്പിക്കും. എടി ദുഷ്ടേ, നീ ഇതിനൊക്കെ കണക്ക് വയ്ക്കുന്നുണ്ടായിരുന്നല്ലേ? അന്ന് നീ പറഞ്ഞതപ്പോൾ സത്യമായിരുന്നല്ലേ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ നിന്നെ പോലെ കള്ളം പറയാറില്ല, സത്യം മാത്രമേ പറയാറുള്ളൂ, അത് മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. അപ്പോൾ കേട്ടതൊക്കെ സത്യമാണ്. അവൻ കല്യാണം കഴിച്ചു അല്ലേ? ഗുഡ്, ഗ്രേറ്റ് ന്യൂസ്. ഡോക്ടർ സൂസൻ. ആ സൂസൻ നാളെ ഉണ്ടായിരിക്കും. പറഞ്ഞു മനസ്സിലായല്ലോ ക്രിസ്റ്റി? ദ റിയൽ ഗെയിം സ്റ്റാർട്ട്സ് നൗ.